ദീപക് ധർമ്മടം ഒരു തവണ കൂടി നമ്മോട് ചെയ്യുന്നത്. DD, നിലവിൽ പാലക്കാട് പൊതുസമ്മേളനത്തിൽ പാലക്കാട് ജില്ലയിലെ 12 NDA സ്ഥാനാർത്ഥികളുണ്ട്. അതോടൊപ്പം സംസ്ഥാന നേതാക്കളുണ്ട്. ഘടകകക്ഷിയായ 2020-യുടെ സാബു ജേക്കബ് അടക്കമുള്ള പ്രതിനിധികളും അവിടെയുണ്ട്. നിലവിൽ ഇത് ഒരു ശക്തി പ്രകടനം എന്ന കണക്കെ കൂടി തെളിയിക്കാനാണ് BJP-യുടെ തീരുമാനം. അത്രത്തോളം പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിനപ്പുറത്തേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലായിരിക്കും, പ്രധാനമന്ത്രിയുടെ വികസന പ്രഖ്യാപനങ്ങളിലായിരിക്കും, വാഗ്ദാനങ്ങളിലായിരിക്കും, ഒപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും. അങ്ങനെ തന്നെയല്ലേ? പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധിക്കില്ല. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ്, പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് അദ്ദേഹം കേരളത്തിലെത്തി. അത് കഴിഞ്ഞ് ആസാമിലേക്ക് പോയി. തൊട്ടടുത്ത ദിവസമായിരുന്നു ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആ സമയത്ത് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് BJP-യുടെ ഗ്യാരണ്ടികൾ, ഡബിൾ എഞ്ചിൻ സർക്കാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും ഉണ്ടാവുക. കാരണം നേരത്തെ തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. അന്ന് പറഞ്ഞു, നിങ്ങൾ ജയിപ്പിച്ചാൽ ഞങ്ങൾ മന്ത്രിയാക്കുമെന്ന്. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കി. പിന്നീട് അതിനുശേഷം രാജ്യസഭയിലേക്ക് C സദാനന്ദനെ എത്തിച്ചു. PT ഉഷ നേരത്തെ തന്നെ രാജ്യസഭയിൽ ജോർജ് കുര്യനെ കൂടി മന്ത്രിയാക്കുകയും ചെയ്തു. അതായത് പാർലമെന്റ് അംഗമല്ലാതെ തന്നെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിയാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ നറേഷൻസ് കൃത്യമായി താഴെ തട്ടിലേക്ക് നൽകാനായിരിക്കും പ്രധാനമന്ത്രി ശ്രമിക്കുക. മറ്റൊന്ന്, കാർഷിക ഭൂമികയാണ് പാലക്കാട്. കർഷകർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തു പറയും എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, ഓശാന പെരുന്നാളിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി എന്തു പറയും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഏതായാലും നരേന്ദ്രമോദി അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഹെലിപ്പാഡിൽ നിന്നും അദ്ദേഹം ഇങ്ങോട്ടേക്ക് പ്രധാന വേദിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് കടക്കും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേവലം പാലക്കാടിന് വേണ്ടിയല്ല, അത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്, കേരളത്തിനാകെയാണ്. കേരളത്തിന്റെ തൊട്ടടുത്ത്, പാലക്കാടിന്റെ തൊട്ടടുത്ത് തമിഴ്നാടുണ്ട്. സ്വാഭാവികമായും തമിഴ്നാട് കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെടും എന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നാൽ ന്യൂനപക്ഷ വോട്ട് എന്നുള്ളത് BJP-ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട്. ഇന്ന് ഓശാന പെരുന്നാളാണ്. സാബു ജേക്കബിലൂടെ 2020-യിലൂടെ ഒരു വിഭാഗം വോട്ട് ബാങ്ക് ഇങ്ങോട്ടേക്ക് മറിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം നേരത്തെ തന്നെ BJP പയറ്റിയതാണ്. മാത്രവുമല്ല, ഈ കേരളത്തിലെ ബിഷപ്പുമാരെ എല്ലാവരെയും ഡൽഹിയിലെത്തിച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ, പൊളിറ്റിക്കൽ എക്സസൈസുകൾ നേരത്തെ തന്നെ BJP BL സന്തോഷ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് നടത്തിയതാണ്. അതിനുശേഷമാണ് മോഡി കേരളത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നതിന് കൃത്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയായിരിക്കും. എന്തിന് NDA വിജയിപ്പിക്കണം? NDA വിജയിപ്പിച്ചാൽ കേരളത്തിൽ എന്തു നൽകും? പ്രത്യേകിച്ചും നേരത്തെ നേമത്ത് O രാജഗോപാലിലൂടെ തുടങ്ങിയ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് പൂട്ടിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലേറെ സീറ്റുകളിൽ വിജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് BJP-യുടെ രാഷ്ട്രീയമായ തീരുമാനം. അതിനുവേണ്ടി ദേശീയ നേതൃത്വം കൃത്യമായ സ്ട്രാറ്റജികൾ മെനഞ്ഞിരുന്നു. അത് മഞ്ചേശ്വരമുണ്ട്, പാലക്കാടുണ്ട്, മലമ്പുഴയുണ്ട്, തൃശ്ശൂരുണ്ട്. അങ്ങനെ തെക്കൻ കേരളത്തിൽ നേമം വരെ കിടക്കുന്ന, വട്ടിയൂർക്കാവ് വരെ കിടക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ വോട്ടർമാർക്ക് ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം തന്നെ ആയിരിക്കും നരേന്ദ്രമോദിയുടേത് എന്നുള്ളത് ഉറപ്പാണ്. നരേന്ദ്രമോദി എന്നാൽ BJP-ക്കാർക്ക് കേവലം പ്രധാനമന്ത്രി മാത്രമല്ല, അതിലപ്പുറത്തേക്ക് RSSന്റെ ഒരു പ്രചാരകനായി തുടങ്ങി. അദ്ദേഹം BJP-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായി പോയി, ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയായി മാറിയ ഒരു വലിയ നേതാവ് എന്നുള്ള ആത്മബന്ധത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.